ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിനും ന്യൂആൽസ് ലോ കോളേജിനും അടുത്തായി നിൽക്കുന്ന 3 ബെഡ്റൂമിൻ്റെ ഒരു ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. കാണുന്ന പോലെ ഒരു കൊളോണിയൽ സ്റ്റൈലിലാണ് വീടിൻ്റെ നിർമ്മാണം. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ ഒരു വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട്ടിൽ നിന്നും കളമശ്ശേരി HMT ജംഗ്ഷനിലേക്ക് 4 കിലോമീറ്ററും മെഡിക്കൽ കോളേജിലേക്ക് 2 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്ററും കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 19 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത്. വീടിൻ്റെ മുന്നിലായി 4 മീറ്ററോളം വീതി വരുന്ന ഇൻ്റർലോക്ക് കട്ടവിരിച്ച റോഡാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മനോഹരമായ ചുറ്റുമതിൽ നമുക്ക് കാണാം. അവിടെയെല്ലാം ഗ്ലാഡിംഗ് ടൈലുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റാണ് മുന്നിലായി കൊടുത്തിരിക്കുന്നത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. മറ്റൊരു റിക്വസ്റ്റ്, വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഗേറ്റ് തുറന്ന് നേരെ കയറി ചെല്ലുന്നത് കവേർഡ് ആയിട്ടുള്ളൊരു കാർ പോർച്ചിലേക്കാണ്. വലിയ ഒരു വണ്ടി പാർക്ക് ചെയ്യാവുന്ന പ്രൊവിഷൻ അവിടെ ലഭിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് ഒരു ചെറുവണ്ടിയും പാർക്ക് ചെയ്യാം. കടപ്പകല്ലാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. 100% വാസ്തുശാസ്ത്രപ്രകാരം തന്നെയാണ് ഈ വീടിൻ്റെ നിർമ്മാണം. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. ഇവിടെയായി ഒരു വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസാണ് നമ്മൾ കണ്ടത്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കായാണ്. വീടിൻ്റെയും ഡോറിൻ്റെയും ദർശനം പടിഞ്ഞാറ് ഭാഗത്തേക്ക് തന്നെയാണ്. ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയും ടീക്കൂട്ടുമാണ്. ഫ്രണ്ടിലെ ഡോറ് തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2 സൈഡിലേക്കും തുറക്കാവുന്ന ഡോർ തുറന്ന് നമ്മൾ കയറി ചെല്ലുന്നത് വിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. മനോഹരമായി തന്നെയാണ് ഈ ഒരു ലിവിംഗ് ഹാൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അവിടെ LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള TV യൂണിറ്റും നമുക്ക് കാണാം. മനോഹരമായാണ് ആ ഒരു ഏരിയ എല്ലാം കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. ഏകദേശം 10ഓളം ചെയറിട്ടിരിക്കാവുന്ന വലിപ്പമുള്ള ഒരു ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. മനോഹരമായി തന്നെയാണ് ആ ഒരു ഏരിയ കവർ ചെയ്തിട്ടുള്ളത്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോട് കൂടി തന്നെയാണ് ഓപ്പൺ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. കിച്ചൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ഗ്രീൻ കളറോട് കൂടി വരുന്ന കബോർഡ് വർക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് മൾട്ടിവുഡിലാണ് നിർമ്മാണം. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു ചിമ്മിനിയും നമുക്ക് കാണാം. കിഴക്ക് ഭാഗത്തേക്കാണ് അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ദർശനം വരുന്നത്. അത്യാവശ്യം നല്ല മനോഹരമാക്കി തന്നെയാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. താഴെ ഒരു ബെഡ്റൂമാണ് ലഭിക്കുക. ഈ കാണുന്ന ബെഡ്റൂമിന് ഏകദേശം 13 അടി നീളവും 11 അടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും 2 ഭിത്തിയിലും വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാ വിൻഡോയും പാനലിംഗ് എല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഒരു കോർണറിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിയിലാണ് കബോർഡ് വർക്കെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. മനോഹരമായ ഒരു ഷവറെല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ സെറ ബ്രാൻഡിൻ്റെ കൺസീൽഡോട് കൂടി വരുന്ന ഫ്ലഷ് ടാങ്കും ക്ലോസറ്റ് എല്ലാം കൊടുത്താണ് ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു മോഡേൺ സ്റ്റൈലിൽ കാണുന്ന ഒരു ഷവർ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകളാണ് ബാത്റൂമിനായി യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വാഷ് കൗണ്ടർ കാണാം. ഒരു ടേബിൾ ടോപ്പോട് കൂടി വരുന്ന വാഷ് കൗണ്ടറാണ്. സ്റ്റെയർ കേസിൻ്റെ നേരെ കാണുന്ന ഭിത്തിയിൽ മനോഹരമായ ടെക്സ്റ്റർ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. സിമെൻറ്റ് ടെക്സ്റ്റർ വർക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹാൻഡ് റെയിലിനായി ടഫൻ ഗ്ലാസും GA പൈപ്പും ഉപയോഗിച്ചപ്പോൾ സ്റ്റെപ്പിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ സ്റ്റെപ്പ് കയറി 1ാമത്തെ നിലയിലേക്ക് പോകാം. അവിടെയെല്ലാം ഹാങ്ങിങ് ലൈറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. മുകളിൽ നിന്നും സൈഡ് ഭിത്തിയിൽ നിന്നും പറകോള വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിലെല്ലാം നമുക്ക് നല്ല വെളിച്ചം ലഭിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം ഹാങ്ങിങ് ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് ലഭിക്കുന്നത്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഈ കാണുന്ന ബെഡ്റൂമിന് ഏകദേശം 13-11 അളവിൽ വരുന്ന ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും കബോർഡ് വർക്കും ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്.
ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമുകൾ തന്നെയാണ് എല്ലാ ബെഡ്റൂമിനും ലഭിക്കുക. സെറ ബ്രാൻഡാണ് ഫുള്ളായി ഉപയോഗിച്ചിരിക്കുന്നത്. വീടിൻ്റെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ അതിൻ്റെ നേരെ മുകളിലായി ലഭിക്കുന്ന ബെഡ്റൂമാണ്. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസിയായിട്ട് പോകാവുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് പോകാനുള്ളത്. അതിനു മുമ്പായി വീടിൻ്റെ റേറ്റും മറ്റുള്ള കാര്യങ്ങളിലേക്കും നമുക്ക് പോകാം. കളമശ്ശേരിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന 3.5 സെൻറ്റിൽ 1700 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 70 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.